ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണമാണ് ഇന്ന്. സഭയുടെ ഒരു പെരുന്നാളായി ഈ മഹാസന്തോഷം ആഘോഷിക്കുന്നു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയും നിർണായകമായ മനുഷ്യാവതാരത്തിൻ്റെ രക്ഷാമർമ്മങ്ങൾ പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് കർത്താവ് പോകുന്നതിന് മുമ്പ് പുനരുദ്ധിതനായ കർത്താവ് 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനമായ എംഫസിസ് to convince the disciples about his bodily resurrection and his everlasting presence with them. ആദ്യമേ കർത്താവിനെ കർത്താവ് എന്നല്ലാതെ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ഭൂതം തങ്ങളുടെ മുറിയിലേക്ക് കടന്നു വന്നുവെന്ന് ശിഷ്യന്മാർ കരുതി, സന്ദേഹിച്ചു. ജീസസ് asked the disciples to come close to him and touch his body to see that he has bones and flesh. This somatic demonstration is very crucial to the Christian church, that Jesus is resurrected bodily. യഹൂദന്മാരെ സംബന്ധിച്ച് റിസറക്ഷൻ എന്നാൽ തന്നെ ഒരാൾ ശരീരത്തോടുകൂടി പുനരുദ്ധാനം ചെയ്യുക, എഴുന്നേൽക്കുക എന്നാണ്. ശരീരരഹിതമായ ഒരു പുനരുദ്ധാനം യഹൂദ സങ്കല്പത്തിലില്ല. യഹൂദ രീതി അനുസരിച്ച് സംസ്കാരം ചെയ്യപ്പെട്ട കർത്താവ് യഹൂദന്മാർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ, താൻ അടിസ്ഥാനപരമായ ഒരു യഹൂദൻ തന്നെ ആകിയാലും ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ക്രിസ്തീയ സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കർത്താവിൻ്റെ പുനരുദ്ധാനവും അതിനുശേഷമുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെയുള്ള സാന്നിധ്യവും വാസ്തവും ഈസ് നോട്ട് എ സീമിംഗ് റിയാലിറ്റി, ബട്ട് ഇറ്റ് ഈസ് എ ട്രൂ റിയാലിറ്റി. സത്യാനന്തര ലോകത്ത് ജീവിക്കുന്ന നമുക്ക് സത്യമൊട്ടുമില്ലാതെ കള്ളം പല പ്രാവശ്യം പറഞ്ഞ് ധാർമ്മികതയ്ക്ക് അടിസ്ഥാനമില്ലാതെ മനുഷ്യർ ഇങ്ങനെ കളവ് പറഞ്ഞ് അത് സത്യമെന്ന് ധരിക്കുന്ന കാലഘട്ടത്തിന് വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് സത്യാനന്തര കാലഘട്ടം. ആ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ചിന്തകരുടെയും എഴുത്തുകാരുടെയും പഠിതാക്കളുടെയും ഇടയിൽ ഇത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ക്രിസ്തു ശരീരത്തോടുകൂടി പുനരുദ്ധാനം ചെയ്തു വന്ന ആ സത്യം, അത് സത്യാനന്തര കാലഘട്ടത്തിലും എക്കാലഘട്ടത്തിലും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് പ്രസക്തമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ, അവരാണോ അവനാണോ എന്നൊക്കെ ഇന്ന് വായിച്ചത് എനിക്ക് അത്രയും ക്ലിയർ അല്ല. അവൻ എന്നാൽ നമ്മുടെ കർത്താവ്, അവർ എന്നാൽ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നപ്പോൾ എന്നിടത്തിന് ഉപയോഗിക്കുന്ന പെഷീത്ത സുറിയാനി ബൈബിളിലെ അവൻ അവരോടുകൂടെ ഭക്ഷിക്കുമ്പോൾ എന്നാണ്. ചില ട്രാൻസ്ലേഷനുകളിൽ while he was
ഈറ്റിംഗ് വിത്ത് ദം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് വീണ്ടും കാണിക്കുന്നത് എന്താ? ആത്മാവെന്ന സങ്കല്പം മാത്രമുള്ള ഒന്നിന് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല. ശിഷ്യന്മാരോടും അതാ പറഞ്ഞേ, ഭക്ഷിപ്പാൻ വല്ലതും ഉണ്ടോ? ദേ ഗേവ് ഹിം ഹണി ആൻഡ് ബ്രോയിൽഡ് ഫിഷ്. വറുത്ത മീനും തെൻകട്ടയും കൊടുത്തു. അവരുടെ മുമ്പാകെ അവനത് ഭക്ഷിച്ചു. പ്രിയമുള്ളവരെ, ശരീരപ്രകാരം പുനരുദ്ധാനം ചെയ്ത തന്റെ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ചും തൻ്റെ വരവിനെക്കുറിച്ചും നിങ്ങളുടെ സുവിശേഷ ദൗത്യം എന്തായിരിക്കണം, അത് എപ്രകാരമായിരിക്കണമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്ത കർത്താവ് സ്വർഗത്തിലേക്ക് അങ്ങനെ കരേറിപ്പോകുമ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ആകാശത്തേക്ക് നോക്കി നിൽക്കുക. ഇതാ മാലാഖമാർ പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നത്, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകുന്ന ഈ യേശുവിനെ നിങ്ങൾ കാണുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് അവൻ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഈ ലോകത്തിനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളായ നമുക്ക്, കർത്താവിനെ ആരാധിക്കുന്നവരായ നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു ബോട്ടം റിയാലിറ്റിയാണ്. ഇതൊരു വലിയ സത്യമാണ്. ഇന്ന് സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം പെന്തിക്കോസ്തി 50 എന്ന ദിനത്തിലേക്ക് നോക്കിപ്പാർക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. 2 തരത്തിലുള്ള പ്രതീക്ഷയാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളത്, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അത് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആ മാലാഖമാർ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്വർഗത്തിലേക്ക് കരയേറുന്നവനായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരും. തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ മാലാഖമാരുടെ അകമ്പടിയോടെ സ്വർഗാരൂഢനായ കർത്താവ് ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ. ഇത് എ ലോങ് പീരീഡ് ഓഫ് എക്സ്പെക്ടേഷൻ എന്ന് നമുക്ക് വിളിക്കാം. വരുമെന്നുള്ളത് ഉറപ്പാണെങ്കിലും എന്ന് വരുമെന്നുള്ളത് അനിശ്ചിതത്വമാകിയാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ശിഷ്യന്മാരും തന്നിൽ വിശ്വസിക്കുന്നവരും തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടതിന് എത്ര ഉപമകൾ, എത്ര സദൃശ്യങ്ങൾ ഉപയോഗിച്ച് അവരെ ഉത്ബോധിപ്പിച്ചു. കാര്യങ്ങളൊക്കെ പരമേൽപ്പിച്ചിട്ട് ദൂരസ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന യജമാനൻ, തൻ്റെ കർത്തവ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ട് പോയി തിരിച്ചു വരുന്ന രാജാവ്, കള്ളൻ എപ്പോൾ വരുമെന്ന് വീട്ടുടമസ്ഥൻ അറിയാത്തതിനാൽ ജാഗ്രതയോടെ ഇരിക്കണമെന്ന്, അങ്ങനെ അനേക ദൃഷ്ടാന്തങ്ങളാലും ഉപമകളാലും കർത്താവ് പ്രബോധിപ്പിച്ച ആ പ്രബോധനം, പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന, എന്നെ കണ്ടുകൊണ്ട് കേൾക്കുന്നവരും നിങ്ങളുടെ ഭാഗമായ എനിക്കും അത്ര കാര്യമായി നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. കർത്താവ് രണ്ടാമത് വരുമെന്നും കർത്താവ് കൽപ്പിച്ചതുപോലെ അതിനനന്തരമായ കാര്യങ്ങളുണ്ടെന്നും യഥാർത്ഥമായി വിശ്വസിക്കുന്നവർ ക്രിസ്തീയ സഭയിൽ ഇല്ലയോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ലോകത്തോട് നാം ഏകീഭവിച്ച് ജീവിക്കുക. കർത്താവിൻ്റെ ശിഷ്യന്മാരെ കർത്താവ് അയച്ചതേ അടികൊള്ളാന്, അപമാനങ്ങൾ ഏൽക്കുവാൻ, അപഹാസ്യരാകുവാൻ, പരിഹസിക്കപ്പെടുവാൻ. ആരാണ് ഇന്ന് ആ താല്പര്യമുള്ളത്? കർത്താവ് നൽകിയതായ ആ ഒരു സുരക്ഷിതത്തിനുള്ളിൽ സുഖലോലുതയിൽ ജീവിക്കാനല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളിലും ലോകത്തെയോ സഭയോ സഭയ്ക്കുള്ളിലുള്ളതിനെയോ ക്രമപ്പെടുത്താൻ ഉദ്യമിക്കുന്ന ഓരൊറ്റ മനുഷ്യർ പോലും ക്രിസ്തീയ സമൂഹത്തിൽ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇത് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും അതിനുശേഷം വന്ന പൗലോസും അവരുടെ കൂടെയുള്ള ആളുകൾ, നമ്മളിലെ സുവിശേഷം മാത്രം വായിച്ച് ഇന്ന് 1-ാം അധ്യായം കൂടെ വായിച്ചു,
ഇനിയും അടുത്ത ആഴ്ച 2-ാം അധ്യായം കൂടെ വായിച്ചു കഴിഞ്ഞ് ബാക്കി അപ്പോസ്തല പ്രവൃത്തികളുടെ 28-ാം അധ്യായം വായിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ സന്തോഷം ഇങ്ങനെ നിലനിൽക്കുന്നത്. വായിക്കുന്നവർക്ക് കരച്ചിൽ വരും. ദേവാലയത്തെ നശിപ്പിക്കുവാനോ അവിടെ വരുന്ന ആരെയെങ്കിലും അപമാനിക്കാനോ ശ്രമിക്കാതെ ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷിച്ച ശിഷ്യന്മാരെ പിടിച്ച് ആടിച്ച് അവർ മരിച്ചുപോയി എന്ന് വിചാരിച്ച് ഇട്ടേച്ചുപോയ സന്ദർഭങ്ങൾ, അവരെ തല്ലി ഒടിച്ച് മുറിവേൽപ്പിച്ചിട്ട് ഈ റോമ പടയാളികൾ വന്ന് അവരെ മരണത്തിൽ നിന്ന് വാരിയെടുത്ത് പട്ടാള കേന്ദ്രത്തിൽ കൊണ്ടുപോയത്, ചങ്ങലകളാൽ ബന്ധിച്ച് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുവല്ലോ, ഏതെല്ലാം വിധത്തിലുള്ള കഠിനതരമായ അനുഭവങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയും അവന്റെ സുവിശേഷത്തിന് വേണ്ടിയും സഭയ്ക്കുള്ളിൽ നിന്ന് സഹിച്ചവരുടെ ചരിത്രമാണ് അവിടെയുള്ളത്. എല്ലാ ക്രിസ്തു നൽകിയ പൊതുസുരക്ഷിതത്വത്തിനുള്ളിൽ സുഖമായി ജീവിച്ചതല്ല. എന്തെങ്കിലും ലാഭമോഹം, അത് സാമ്പത്തികമാകാം, സ്ഥാനമാനങ്ങൾ കൊണ്ട് ഉദ്ദേശമില്ലാത്ത ഏത് മനുഷ്യനും മാത്രമേ ക്രിസ്തുവിന്റെ സുവിശേഷം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ധനമോ സ്ഥാനമോ മാനവും അതിൻ്റെ ലക്ഷ്യം മനസ്സിലുള്ള ഒരു മനുഷ്യനും സുവിശേഷത്തിനോട് പ്രതിബദ്ധതയുള്ളതായി ജീവിക്കുകയില്ല. അവരോട് എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ഭൂലോകമാകെ സഞ്ചരിച്ച് സകലരോടും എൻ്റെ സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിച്ച് മാമോദീസ ഏൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ദണ്ഡവിധി അനുഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ അനേക അടയാളങ്ങൾ അവർ പ്രവർത്തിച്ചു. ആദ്യത്തെ അടയാളമാണ് ഈ വെള്ളിയാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത്. സ്വർണവും വെള്ളിയും ഇല്ല എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പേരിട്ട് നാം ആ സ്വർണത്തെക്കാൾ വലിയ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അതിശയം മുടന്തനായ മനുഷ്യനെ ഉയർത്തി. അന്നേരം തുടങ്ങി എതിർപ്പ്. അയ്യോ, പ്രസംഗിച്ചു, യാത്ര ചെയ്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. രണ്ടാമത്തെ ഒരു പീരീഡ് ഓഫ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇന്നു മുതൽ പെന്തിക്കോസ്ത് വരെയുള്ള ദിവസങ്ങളാണ്. 10 ദിവസം. അത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഡു നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജെറുസലേം until you have been endowed with the power from above. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെയും യെരൂശലേമിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകരുത്. യെരൂശലേം എന്ന് പറയുമ്പോൾ അതിന് മകുടമായി നിലനിൽക്കുന്ന യെരൂശലേം ദേവാലയത്തിലേക്ക് തന്നെ ശിഷ്യന്മാർ വന്നു. 11 പേരും. അവർ അവിടെ ആരാധിച്ചു. യേശുവരാൻ കടന്നു പോകുമ്പോൾ തന്നെ അവനെ ആരാധിച്ചു കുമ്പിട്ടു. ആരാധനയെ തുടർച്ചയായി ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് യെരൂശലേം ദേവാലയത്തിന്റെ മറ്റ് ആരാധനയും ആരവാരങ്ങളും ആൾബഹളങ്ങളും ജനക്കൂട്ടവും അതിൻ്റെതായ ചുറ്റുവട്ടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴും ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചും ക്രിസ്തുവിന് മുമ്പാകെ അവന് പ്രാധാന്യം നൽകിയുള്ള ഒരു പുതിയ ആരാധന ആ പഴയ ആരാധനയുടെ ഉള്ളിൽ അവര് ആരംഭിച്ചു. അത് അധിക നാൾ അങ്ങനെ പോകാൻ സാധിച്ചില്ല. When the distinctive features of Christianity or Christian faith or Christian worship is being exposed, they moved from the temple to houses. Later on, separated worship place which is called church. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുവോളം കാത്തിരിക്കണം. ഇതൊരു വലിയ പ്രതീക്ഷയാണ്. എന്നെ കേൾക്കുന്ന ക്രിസ്തീയ സഭാവിശ്വാസികളെ, ഈ ലോകത്തിൽ നാം എന്തു നേടിയാലും എന്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം ആരെ പ്രീതിപ്പെടുത്തി ജീവിച്ചാലും ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നറിയാത്തവർ തന്നെ അനേകായിരങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് വേണം
പിതാവ് പോലെ പുത്രൻ പോലെ ആത്മാവ് എന്നിൽ വന്ന് ആവസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം കർത്താവ് കടന്നു പോകാൻ പോവുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ലഭിച്ചത് മുഴുവൻ നിങ്ങളെ അറിയിച്ചു. അതുകൊണ്ട് നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, നിങ്ങളെ ഞാനിനി സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു. ഇപ്പോഴും ശിഷ്യന്മാർക്ക് പ്രയാസമാണ്. അയ്യോ, കർത്താവിൻ്റെ ഈ നിഴലിലാണ്, കർത്താവിൻ്റെ ഈ തണലിലാണ് ഞങ്ങൾ ഈ 3-3.5 വർഷക്കാലം സുരക്ഷിതരായി നടന്നത്. നീ പോവുകയാണോ എന്ന് ദുഃഖം വന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് പോയാൽ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. അല്ലോസ് പാരക്ലിറ്റോസ്, മറ്റൊരു കാര്യസ്ഥൻ, അനദർ കംഫർട്ടർ, അനദർ അഡ്വക്കേറ്റ്, അനദർ സ്പിരിറ്റ് അയക്കും. അതായത് കർത്താവ് ഐക്യപ്പെട്ടവനായി വന്നു. കർത്താവ് പോയി കഴിയുന്ന ആ സാന്നിധ്യം ശിഷ്യന്മാർ ഭയവിഹ്വലരാകുമ്പോൾ, ആകുലചിത്തരാകുമ്പോൾ അവരെ മുന്നോട്ട് നയിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ആ മറ്റൊരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. പാരക്ലിറ്റോസ് എന്ന വാക്ക് പാര എന്നും കലയോ എന്നും പറയുന്ന 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ സമീപത്ത് നിന്ന് നമുക്ക് വേണ്ടി വിളിക്കുന്നവൻ, അപേക്ഷിക്കുന്നവനെന്ന പരിശുദ്ധാത്മാവിൻ്റെ വാക്കിൻ്റെ റൂട്ട് മീനിങ്. നാം കാരാഗ്രഹത്തിലാകുമ്പോൾ, നിങ്ങൾ നാടുവാഴികളുടെ മുമ്പിലാകുമ്പോൾ, കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, എന്തു പറയുമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. നിങ്ങളവിടെ ചെല്ലുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ആത്മാവ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് നിങ്ങൾ പറയുവീനെന്ന് പറഞ്ഞ് കർത്താവ് ആശ്വസിപ്പിച്ച ആ ആത്മാവിനെ അയക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളെന്ന് വായിച്ചതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് മാമോദീസ യോഹന്നാനും നൽകി, കർത്താവ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇനിയും വരുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുമുള്ള മാമോദീസയാണ്. അത് പെന്തിക്കോസ് നാളിൽ ലഭിച്ചു. ചരിത്രത്തിൽ ആദ്യ പെന്തിക്കോസിൽ കർത്താവ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 50 ദിവസം കഴിയുമ്പോൾ യഹൂദന്മാരുടെ പെന്തിക്കോസ്തി എന്ന വാരാഘോഷ പെരുന്നാൾ, പിന്നീടത് സീനായ് മലയിൽ വെച്ച് ന്യായപ്രമാണം ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായുള്ള ആ പെരുന്നാൾ ആഘോഷിക്കുന്ന അതേ വേളയിൽ തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരെ കേൾക്കെ പത്രോസ്ലീഹ പ്രസംഗിച്ചതും ഹൃദയത്തിൽ കുത്തുകൊണ്ടുവരും. അതിനുശേഷം പ്രകാശനം ലഭിച്ചവരായി പ്രകാശനമെന്ന മാമോദീസ ഏറ്റ് 3000 പേർ ക്രിസ്തീയ സഭയിലേക്ക് വന്നതും. പ്രിയമുള്ളവരെ, ആത്മാവിന് വേണ്ടി നമുക്ക് ഒരു കാത്തിരിപ്പ് വേണ്ടേ? ആത്മാവിൻ്റെ ജ്വലനം അത് ശക്തമാവാനുള്ള ഒരു തീവ്ര ആഗ്രഹം നമുക്ക് വേണ്ടേ? കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അവന് പിതാവില്ലെന്നും അവൻ്റെ അമ്മയെ നമുക്കറിയാമെന്നും അവൻ്റെ സഹോദരങ്ങളെ ഞങ്ങൾക്കറിയാമെന്നും അവൻ ഭ്രാന്തനാണെന്നും മാനസിക രോഗിയാണെന്നും അപമാനിച്ച് അവനെ അഹന്തയിൽപ്പെടുത്തി അവനെ ക്രൂശിച്ച് കൊന്നവർ ഭൂമിയിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് ഭൂമിയിൽ നിന്ന് മേളോട്ട് പോയത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ തീർന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അത് ഒരു വഴിക്കൂടെ അങ്ങനെ തുടർന്നു പോകും. നമ്മുടെ പൂർവികരെയും നമ്മളെയും ഒക്കെ പറഞ്ഞ് അപമാനിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രശസ്തി കൂടി കിട്ടുമ്പോൾ അവർക്കതൊരു വരുമാന മാർഗമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. യേശുദമ്പുരാൻ ആ മനുഷ്യരുടെ ഇടയിൽ നിന്ന്, ആ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. പരിശുദ്ധാത്മാവിനെ നമുക്കായി ഐക്യമെന്ന വാഗ്ദാനം നൽകി. പ്രിയമുള്ളവരെ, നമുക്ക് ആ വാഗ്ദാനത്തിൻ്റെ വീണ്ടും ഒരു ജ്വലനം,
നാം പ്രാപിച്ചവരാണ്. പരിശുദ്ധ മാമോദീസായിലൂടെ, മോറോൻ അഭിഷേകത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൂദാശ കർമ്മത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചും മറ്റ് കൂദാശകൾ സ്വീകരിച്ചും ആത്മാവിൻ്റെ ജ്വലനം കാത്ത് പരിപാലിക്കുന്ന നമുക്ക് ഈ പെരുന്നാളെന്ന മഹാദിനത്തിൻ്റെ ആവർത്തി വരുമ്പോൾ അതിനെ കൂടുതൽ ആഴമായി അറിയുവാൻ, കുറച്ചുകൂടെ ശക്തമായി സ്വീകരിക്കുവാൻ, തീവ്രമായി അതിനെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. ദിസ് ഈസ് ഓൾസോ കോൾഡ് എ പീരീഡ് ഓഫ് എക്സ്പെക്ടേഷൻ. ഇത് പ്രതീക്ഷയുടെയും കാത്തിരിപ്പിൻ്റെയുമായ ആൻറ്റിസിപ്പേഷൻ്റെതായ ഒരു പീരീഡാണ്. ഇന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് കരയേറി, സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരും. ആ കർത്താവ് വരുമെന്ന പ്രതീക്ഷ കൈവിടാതെ ഏത് സമയത്താവുന്ന കർത്താവെ നീ വരുന്നത് എന്ന് നമ്മുടെ ചെറുതായ ജീവിത കാലഘട്ടത്തിൽ പ്രതീക്ഷയോടെ ആത്മജനനത്താൽ, ആത്മബോധത്താൽ, സുവിശേഷ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്താൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പുനരുദ്ധിതനായ സ്വർഗാരോഹിതനായ ക്രിസ്തുവിൻ്റെ സമാധാനവും ശാന്തിയും പ്രത്യാശയും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുവാൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്കായി മധ്യസ്ഥത അണയ്ക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനയാൽ സാധിക്കുമാറാകട്ടെ.